ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഞാൻ ഇന്നൊരു 2-3 റെസിപ്പിയുമായിട്ട് ഞാൻ വീഡിയോ കാണിക്കാൻ ചൊല്ലിയിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടല്ലോ മസാല ദോശ, സെട്ട് ദോശ, പിന്നെ സാദാ ദോശ എല്ലാം ഞാൻ ആക്കുന്നല്ലേ, അതിൻ്റെ അതൊന്ന് ഫസ്റ്റായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക്. ഞാൻ 3 കപ്പ് അരി എടുത്ത് അതേ കപ്പിലുണ്ടല്ലേ 1 കപ്പ് ഊന്നിട്ടിട്ട് പിന്നെ 1 ചമച്ച മെത്തയും 1 ചമച്ച സാഗ് നമ്മൾ പായസാക്കുന്ന സാഗുണ്ടല്ലേ അതൊരു ചമച്ച ഇട്ടിട്ട് നല്ലോണം ഇത് നോക്കി 1 കപ്പ് അതേ കപ്പിൽ 1 കപ്പ് ഊന്ന് പിന്നെ 4 കുറി നല്ലോണം കൈയിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ പോത്തിരി വെക്കുന്നത് അത് ഞാൻ ഉച്ചക്ക് ചോറ് വെച്ച ആ ടൈമിൽ പോത്തിരി വെച്ചത്. പിന്നെ ജാവ് കിടക്കുമ്പോൾ അരച്ചിൽ വെക്കുന്നത്. അരച്ചിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് ഉപ്പും പിന്നെ 1 ചമച്ച പഞ്ചാര ഇടുന്നത്. പഞ്ചാര വേണമെങ്കിൽ ഇടി, വേണ്ടെങ്കിൽ വേണ്ട. അതുപോലെ ഇതിൽക്ക് ഇത്ര അരിക്ക് 3 കപ്പ് അരിക്ക് 1 കപ്പ് ചോറും യൂസ് ആയിക്കൊള്ളാം ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇതിന് 1 ചമച്ചത്തിൽ 1 ചമച്ച അതിനിട്ട് ഫസ്റ്റ് ഇറക്കുന്നതിന് പിന്നെ ഒഴിഞ്ഞത് മറ്റേ ഈ ചട്ടിക്ക് തന്നെ ഇട്ടിന്. അപ്പോൾ 2 കുറി അരി ഞാൻ അരച്ചിട്ട് വെക്കുന്നത്. ഇത് ഉപ്പും കുറച്ച് പഞ്ചാര ഇട്ടോളി. പഞ്ചാര വേണമെങ്കിൽ ഇടി, ഇല്ലെങ്കിൽ വേണ്ട. പഞ്ചാര ഇട്ടാൽ കുറച്ച് ക്രിസ്പി ആയിട്ട് നല്ല ചുവപ്പ് കളറായിട്ട് വരുന്ന ദോശ, പിന്നെ ടേസ്റ്റും കിട്ടുന്നു ചെറുതായിട്ട്. അതിന് വേണ്ടിയിട്ട് ഇടുന്നത്. ഇപ്പോൾ ഒരിക്കൽ അരച്ച് രണ്ടാമതും അരച്ചിട്ട് അതിന് ബീത്തിയിട്ട് കുറച്ച് കൈ ഇട്ടിട്ടുണ്ടല്ലോ മിക്സ് ആക്കിയിട്ട് ജാവ് ഇങ്ങനെ നല്ല അടപ്പ് നല്ലോണം മൂടിയിട്ട് വെച്ചിട്ട് സുബയോളം അങ്ങനെ വെക്കുന്നത് ഞാൻ. പിന്നെ സുബയ്ക്ക് എണിച്ചിട്ട് നോക്കുന്നത് അതിലേക്കൊരു ചട്നി റെഡി ആയിക്കൊള്ളുന്നത്. ഇപ്പോൾ പിന്നെ എൻ്റെ മോൾക്ക് ഡ്യൂട്ടിക്ക് പോകാനും ടൈമായി. അപ്പോൾ ചട്നി റെഡിയാക്കി. അതുപോലെ ഞാൻ 3 ടൈപ്പിൻ്റെ ദോശ നിങ്ങൾക്ക് കാണിക്കുന്നത് എങ്ങനെ ആക്കുന്നത് ചൊല്ലിയിട്ട്. ഇട്ടുണ്ടല്ലോ ഇപ്പോൾ നോക്കി നല്ല പൊന്തിയിട്ട് വന്നിന്. ഞാനിതിലേക്ക് സോഡപ്പൊടി അതൊന്നും ഇടുന്നില്ല. സോഡപ്പൊടിയെല്ലാം ഇടാതെ തന്നെ ആക്കുന്നത്. സോഡപ്പൊടി എനിക്ക് ഇഷ്ടമല്ല, വേണം കിട്ടോളാം. ഇപ്പം നോക്കി ഞാൻ സാധാരണ എല്ലാവരും ഒരു ദോശ ആക്കുന്നില്ലേ അതുപോലെ തന്നെ ഒരു ദോശ ആക്കിയിട്ട് എൻ്റെ മോൾക്ക് ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത്. മോൾക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന നേരമായി 8:30 മണിയാകുമ്പോൾ പോകുന്നോളൂ. അപ്പോൾ മോൾക്ക് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ 3 ദോശയും നിങ്ങൾക്ക് കാണിക്കുന്നത്. 2 പേർക്ക് തിന്നാനാക്കിയിട്ട് കൊടുക്കുന്നത്, പിന്നെ 2 പേർക്ക് ടിഫിൻ ബോക്സിക്കും. ഉച്ചക്ക് മോള് ദോശ തന്നെ കൊണ്ടുവന്ന് നോക്കും. ചോറ് അത്രയ്ക്ക് ഇഷ്ടമല്ല, ചോറ് കൊണ്ടുപോകലേ ഇല്ല. മൊസർക്ക് വന്നിട്ട് തന്നെ ചോറ് കഴിക്കുന്നത്. ഇപ്പം നോക്കി ഈ ചുവപ്പ് ചെറുതായി ചുവപ്പ് കളർ വരണമെങ്കിൽ കുറച്ച് പഞ്ചാര ഇടണം. ഇത് നോക്കി ഇത് മസാല ദോശ പിന്നെ തുപ്പ ദോശ അങ്ങനെല്ലാം ആക്കാനാണ് ഈ പിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റ് അളവിൽ അരി റെഡിയാക്കിയിട്ട് അരച്ചിട്ട് വെച്ചാൽ കൊണ്ടല്ല നല്ല കറക്റ്റിൻ്റെ ദോശ ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ മസാല ദോശയാക്കാം, ഇത് തുപ്പ ദോശ. ഇപ്പം നിങ്ങൾക്ക് ഇത് ക്രിസ്പി നോക്കി നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നല്ല പറപറായിട്ട് ഇരിക്കുന്നു. ദോശ തിന്നുമ്പോൾ കൊണ്ടല്ലോ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ തിന്നാം, അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള ദോശ ഇത്. ഇപ്പം ഇതിനൊന്ന് സട്ട് ദോശൻ്റെ മാതിരിക്കുള്ളൊരു ദോശയും അതും ആക്കിയിട്ട് ഇത് തുപ്പ ദോശ കഴിഞ്ഞാലും സട്ട് ദോശയാക്കാം. 3-4 ടൈപ്പിന് ദോശ ആക്കാനാണ് ഇതിൽ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായത് കൊണ്ടല്ലേ, എൻ്റെ ഭാഷയും വീഡിയോ ഇഷ്ടമായത് കൊണ്ടല്ലേ ലൈക്കും ഷെയർ ആക്കാൻ എന്തായാലും മറക്കണ്ട. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ, എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ ഞാൻ കന്നഡത്തിൽ വായിച്ചിട്ടുണ്ടെന്നത് എനിക്ക് എൻ്റെ ഭാഷ ചെല്ലെങ്കിൽ ഇത് കർണാടക ആയതുകൊണ്ട് ഉമ്മൻ്റെ വരെ കർണാടക മാപ്പിള വരെ കേരള ആയതുകൊണ്ട് 2 ഭാഷയും മിക്സ് ആയിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ശരിയാണല്ലോ വായിച്ചിട്ടാണ്. അങ്ങനെയായിട്ട് ഞാൻ ആ കന്നഡത്തിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ഡിലീറ്റ് തന്നെ ആക്കി. 3 കൊല്ലം നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ആക്കിയത്, അതിനെ ഞാൻ ഡിലീറ്റ് തന്നെ കൊടുത്ത് വേണ്ടാന്ന്. ഇപ്പം ഞാൻ നോക്കി മത്തി ഞാൻ ഇന്ന് ചോറും കറിയെല്ലാം റെഡിയാക്കുന്നത്. അപ്പം മോൾ പണിക്ക് പോയിന്, മോനും ഞാനും മാത്രമേ ഉള്ളത്. അപ്പോൾ മത്തിയെല്ലാം മുറിച്ച് മോൾ പോയിട്ടാകുമ്പോൾ മത്തിയെല്ലാം മുറിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടല്ലോ. മത്തി നല്ല ഇതൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗസി ഇത് മത്തിൻ്റെ നല്ല ടേസ്റ്റാണ്. അതൊരിക്കൽ നിങ്ങൾ എന്തായാലും ആക്കിയിട്ട് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മത്തീൻ്റെ കസി. അപ്പം ഞാൻ മുളക് കൊത്തമരെല്ലാം അരച്ചിട്ട് ആറായിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ നല്ല പേസ്റ്റ് പോലെ ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചിട്ട് ഒരു 10-15 ദിവസത്തേക്കെല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റോർ ആക്കിയിട്ട് വെക്കുന്നത്. എപ്പോഴും അതങ്ങനെ തന്നെ. ഇപ്പം ഇതിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അരച്ച മുളകും എല്ലാം ഇട്ടിട്ടുണ്ടല്ലേ, പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വെച്ചിന്. അതിനെയും കുഴച്ചിട്ട് ഇതിനും കൂട്ടിയിട്ടുണ്ടല്ലേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഓക്കെ വെള്ളത്തിന് പുളീൻ്റെ തണ്ണിയിലുണ്ടല്ലേ വീത്തിയിട്ട് പിന്നെ ഒരു നീരുള്ളിൻ്റെ അല്ല ഒരു കണ്ടം തന്നെ ഇടുന്നത് ഞാൻ. അതിനെ നല്ലോണം കുഴച്ചിട്ടിട്ടുണ്ടല്ലേ, പിന്നെ നല്ലോണം മിക്സ് ആക്കിയിട്ട് അതിന് തന്നെ 1 ചമച്ച തേങ്ങെണ്ണ നല്ല തേങ്ങെണ്ണ വേണം. കറിക്കെല്ലാം കൂട്ടുമ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള തേങ്ങെണ്ണ തന്നെ എടുത്തോളൂ. പാക്കറ്റിനെല്ലാം അത്രയ്ക്ക് നല്ലതെന്നല്ല മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കി ഈ മത്തിനെല്ലാം ഇട്ടിട്ട് നല്ലോണം കയ്യിൽ തന്നെ കുഴച്ചിട്ടുണ്ടല്ലോ 2 മണിക്കൂർ അങ്ങനെ വെക്കണം. അപ്പോൾ നല്ല പുളി മുളകെല്ലാം ബലിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുന്നത്. പിന്നെ എന്തറിയോ ഈ മത്തിൻ്റെ മുട്ട ഉണ്ടല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിള്ളേർക്ക് കറിയിൽ കിട്ടിയാൽ കൊണ്ടല്ലോ പിന്നെ കറീനെല്ലാം ഞാൻ തന്നെ കൂട്ടേണ്ടി വരും. അങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ വെക്കുന്നത്, വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് തന്നെ മെല്ലെ ചമച്ചത്തിൽ കോരിയിട്ട് എടുക്കുന്നത്. ഇത് കയ്യിൽ മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ 2 മണിക്കൂർ അങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ടാണ് പുളിമുളക് നല്ല വലിച്ചിട്ട് നല്ല ടേസ്റ്റിൻ്റെ പുളിമുളകാണ്. മാംഗ്ലൂരെല്ലാം പുളിമുളക് ചെന്ന് പിന്നെ നമ്മളെ അമ്മേൻ്റെ പേരിലെല്ലാം ഉണ്ടല്ലോ
മുളകിൽ വെച്ചത് എന്നും ചെല്ലുന്നു, ഗസിയൊന്നും ചെല്ലുന്നു, എല്ലാ ഭാഷയും മിക്സ് ഉണ്ട്, കാസർഗോഡും മാംഗ്ലൂരും. ഇപ്പം ഉണ്ടല്ലോ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് നല്ല വറ്റിച്ചിട്ട് എടുക്കുന്നത്, നല്ല ഗസിയാണ് ഇത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഒരു നല്ല ഞാൻ ബട്ടാണി തണ്ണിയിലിട്ട് വെച്ചിന്, ബട്ടാണി മഞ്ഞത്തണിയും വെക്കാൻ ചെല്ലിയിട്ട്. അപ്പം മഞ്ഞത്തണിയും ചെല്ലുന്നു മാംഗ്ലൂർ, ഈ ഭാഗത്ത് മുളക് തണ്ണിയൊന്നും ചെല്ലുന്നു, എന്തെന്നറിയില്ല. ഇത് ഫ്ലോപ്പായിട്ട് പോയെങ്കിൽ പിന്നെ അതിനെ പച്ചത്തണ്ണിയും ചെല്ലുന്നു എൻ്റെ അമ്മേൻ്റെ പേരിൽ. അങ്ങനത്തെ ഒരു വിഷയം. ഇത് നല്ല ടേസ്റ്റ് മാത്രം ചോറ് കഴിക്കാൻ. ഇങ്ങനെ ബീത്തിട്ട് ചോറ് കഴിക്കുമ്പോൾ അതൊരു മജ വേറെ തന്നെ. ചുട്ട ചുട്ട ചോറും മഞ്ഞത്തണ്ണിയും നല്ല മത്തിന് മുളകും ഉണ്ടെങ്കിലല്ലോ പിന്നെ വേറെ എന്ത് വേണ്ട ചോറ് കഴിക്കുമ്പോൾ. അങ്ങനെ ഉണ്ടല്ലോ 2 ടൊമാറ്റോ ഇട്ടിന് ഞാൻ, നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ ഒരു പൊടി 6 ഇട്ട് 2 3 ഇടാം. നീരുള്ളി 1 തന്നെ ഇട്ടിന്. അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് പിന്നെ കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിന്. അതും ഇനി കുഴച്ചിട്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നതിലേക്ക്. പിന്നെ ഇത് സാധാ മുളക്, ഇത് മീനിനും പിന്നെ പച്ചക്കറിക്കെല്ലാം ഇടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ വറുക്കാതെ തന്നെ കൊത്തമ്പരി മുളക് അരച്ച് വെക്കല് ഞാൻ. പിന്നെ കോഴിക്കറിക്ക് ഇറച്ചിക്കറിക്കെല്ലാം ഉണ്ടല്ലോ വറുത്തിട്ട് കൊത്തമ്പരി മുളക് വെളിച്ചെപ്പെല്ലാം ഇട്ടിട്ട് വറുത്തിട്ട് തന്നെ വേറെ തന്നെ മുളക് അരച്ചിട്ട് വെക്കലുണ്ട്. ഇത് വറുക്കാത്ത മുളക്. അപ്പോൾ ഇത് മീനിനും പച്ചക്കറിക്ക് മാത്രമേ യൂസ് ആക്കുന്നത്. ഇതിനും ഇങ്ങനെ പുളിയെല്ലാം ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ മൂടിയിട്ടുണ്ടല്ലോ നല്ലോണം 5 വിസിലടിക്കുന്നവരെ വെക്കുന്നത്. അപ്പോൾ നല്ല വേവും, നല്ല ബട്ടാണി വെന്തിട്ട് നല്ല പതപതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ മത്തിക്കറി നോക്കി തളിച്ചോണ്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ചെറിയൊരു പാത്രത്തിൽ ഇത് 1 ഗ്ലാസ് അരി ചോറ് വെച്ചത് ഞാനും മോനും, പിന്നെ മോളല്ല, മോൾക്ക് അത്ര ഓനെങ്കിൽ അത്ര ചോറ് കുറവുകൂടി തന്നെ. അപ്പോൾ ചോറിന് വിഷയത്തിൽ നമ്മൾ പറയൽ കുറച്ചും പിന്നെ നാഷ്ട ആറ് അസർക്ക് ജാവൊക്കെ എല്ലാം നാഷ്ട തന്നെ ആറാക്കൽ. അങ്ങനെ ആയതുകൊണ്ട് ഉണ്ടിട്ട് 1 ഗ്ലാസ് അരി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ. അതുകൂടെ തളിച്ചോണ്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഞാൻ വാർക്കുന്നു. പിന്നെ അതേ ഗ്യാസിലേക്ക് ഉണ്ടല്ലോ ബട്ടാണി ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിനല്ല, അതിനെ വെച്ചിട്ട് 5 വിസിലാക്കുന്നു. പിന്നെ അതിനൊരു മണ്ണിൻ്റെ ചട്ടി കൊഴിച്ചിട്ടുണ്ടല്ലോ നല്ല ഒരു ഒഗരണാക്കിയും കൊണ്ടല്ലേ അടിപൊളിയായുള്ള മഞ്ഞത്തണ്ണിയാവുക ബട്ടാണീൻ്റെ. ഇങ്ങനെ ഒരിക്കൽ നിങ്ങൾ ആക്കി എന്തായെങ്കിലും ആക്കിയിട്ട് നോക്കിയിട്ടുണ്ടല്ലോ എനിക്കത് എന്തായിന്ന് ചെല്ലിട്ട് എനിക്ക് കമൻ്റ് ആക്കി ചെല്ലി. പിന്നെ എൻ്റെ ഭാഷയും നിങ്ങൾക്ക് അർത്ഥമാണോ ഇല്ല അതും എനിക്കറിയാലോ. എനിക്ക് എൻ്റെ ഭാഷ മാത്രം മൂണ്ടിയിട്ട് വീഡിയോ ഇടാൻ അത്രയ്ക്ക് ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷ മാത്രം മൂണ്ടിയിട്ട് വീഡിയോ ഇടുന്നത്. ഇത് നോക്കി നല്ലോണം തളിച്ചിട്ട് വരുമ്പോൾ കൊണ്ടല്ലോ ചെറുതായിട്ടൊരു കുറച്ച് കറച്ചപ്പിട്ടുന്നു. പക്ഷേ കറച്ചപ്പിട്ടിനല്ല ഫസ്റ്റ് ഞാൻ എണ്ണയും തേങ്ങ ഒഴിച്ച് കൊടുത്തിന്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കറച്ചപ്പിട്ടിട്ട് ഇനിയും കുറച്ച് നേരം ബറ്റായിട്ട് ചെല്ലിട്ട് വെച്ച്. പിന്നെ ഇപ്പോൾ അത് മതി. ഗ്യാസ് ഓഫാക്കിയിട്ട് അതേ ഗ്യാസിലേക്ക് മണ്ണിൻ്റെ ചട്ടി ഒന്ന് എടുത്ത് വെച്ച് ചെറുത് വെച്ച് ബട്ടാണി പിന്നെ ഉണ്ടല്ലോ നല്ല വെന്തിന്. മുളകെല്ലാം ഇട്ടിട്ട് വെച്ചതല്ല, അപ്പോൾ മുളകിൻ്റെ മണമെല്ലാം പോകുന്നു. ഇങ്ങനെ ഒക്കെ തന്നെ വെച്ചിട്ട് വെന്തെങ്കിൽ അതിന് ഈ മണ്ണിച്ചട്ടിയിൽ കൂട്ടിയിട്ടുണ്ടല്ലോ കുറച്ച് തിളപ്പിച്ചിട്ട് അതിനൊരു ഒഗറിനാക്കിയും ഉണ്ടല്ലോ എൻ്റെ കറി മഞ്ഞത്തണിയും ചോറും മത്തിന് ഗസിയും എല്ലാം റെഡിയായി. പിന്നെ എല്ലാം റെഡിയായിട്ട് എല്ലാം പിന്നെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുള്ളൂ കുറച്ച് ക്ലീൻ ആക്കുക. എല്ലാം മത്തിക്കറി മത്തി മായൊക്കെ മുറ്റത്ത് പോയിട്ടൊന്നും മുറിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം ഞാൻ ഉള്ളിൽ തന്നെ മത്തി ക്ലീൻ ആക്കിയത്. അങ്ങനെ ആയിട്ടുണ്ടല്ലോ എനിക്ക് അത്ര കൊച്ചിലെല്ലാം നല്ല മണം ഉണ്ടെങ്കിൽ കിച്ചണെല്ലാം നല്ല കൊച്ചിയിലെന്ന് വെച്ചാൽ എൻ്റെ ഭാഷയിൽ പിന്നെ ഉണ്ടല്ലോ കിച്ചൺ ഉണ്ടല്ലോ നല്ല ഇതിൻ്റെ വിമ്മിലൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് തണ്ണി 2 ചമച്ച അത്ര തന്നെ വിമ്മിട്ടിട്ട് അതിൽ ഫുള്ളായിട്ട് തണ്ണി നിറച്ച് വെച്ചിന് ഈ കുപ്പിയിൽ. അപ്പോൾ സ്പ്രേ ആക്കുന്ന ഒരു മൂടും കൊടുത്തിട്ട് അതിനിട്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലോണം സ്പ്രേ ആക്കിയിട്ട് നമുക്ക് തുടച്ചെടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ അത്ര വേറെ ഏതിലും ക്ലീൻ ആവുന്നില്ല. അതിന് വേണ്ടിയിട്ട് കുറേ എന്തെല്ലാം യൂസ് ആക്കി നോക്കി. അപ്പോൾ ഇതിൻ്റെ മണം നല്ലോണം നിൽക്കുന്നു. നല്ല വിമ്മാണ്, നല്ല ഒറിജിനൽ വിമ്മായെങ്കിൽ നല്ല ക്ലിയർ അതിൻ്റെ മണമെല്ലാം നല്ല നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ ഞാൻ വിമ്മിന് തണ്ണി പീത്തിട്ട് അതിൽ തന്നെ ആറായിട്ട് സ്പ്രേ ആക്കിയിട്ട് തുടച്ചെടുക്കല്. ഇപ്പം എല്ലാം കിച്ചണിലെല്ലാം റെഡി ആയ പിന്നെ ഉണ്ടല്ലേ ക്ലീൻ ആക്കി വെച്ച് ഞാൻ. ഇതെന്തറിയോ അത് കഷായം, ഇത് ചീരാനോ ബടസപ്പോ ഇങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് ഒരു കഷായം ആക്കലുണ്ട്. അത് ഗ്യാസ്ട്രിക്ക് പിന്നെ നമുക്ക് നല്ല പണിയെടുക്കാനെല്ലാം നല്ല കൈയും കാൽക്കെല്ലാം എനർജി കിട്ടുന്ന പോലെ ആ കഷായം കുടിച്ചിട്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ എന്നും എണിച്ച പാടൊരു കഷായം വെച്ച് കുടിക്കലുണ്ട്. അതിനൊരു ചെറിയ പീസ് ഇഞ്ചും ഇട്ടെങ്കിൽ ഉണ്ടല്ലേ ഗ്യാസ്ട്രിക് പ്രോബ്ലം എല്ലാം ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല ആശ്വാസം പോലെ ആണ്. അതിന് വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും പിന്നെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ആക്കാനെല്ലാം മറക്കണ്ട. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് കിട്ടുമോ ചേർന്നൊരു ധൈര്യത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ വേറെ തന്നെ ആക്കിയത്. എല്ലാ ക്ലീനിങ്ങും ആയിട്ടുണ്ടല്ലോ നല്ല മനസ്സൊക്കെ റാഹത്തായി ചെല്ലെങ്കിൽ ക്ലീനിങ് എല്ലാം ആയിട്ട് ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പെണ്ണുങ്ങൾക്ക് കിച്ചണിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ തന്നെ ഒരു കൊസി നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മൂടാണ്. നല്ല സുബൈക്ക് രാത്രി ഉണ്ടല്ലോ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ട് കിടന്നാൽ ഉണ്ടല്ലോ സുബൈക്ക് എണിച്ചിട്ട് കിച്ചണിക്ക് വരുമ്പോൾ ഉണ്ടല്ലോ അതൊരു കൊസി വേറെ തന്നെ ഇരിക്കുന്നു. പാത്രം തുടക്കണ്ടല്ലോ എന്തില്ലല്ലേ ക്ലീൻ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ചായ നാഷ്ടത്തിന് റെഡിയാക്കി മതിയല്ലോ ചെന്നൊരു കൊസി ഇരിക്കുന്നു.
പിന്നെ ചോറ് ബേക്കുക, പിന്നെ അപ്പോഴേക്ക് എല്ലാം ടൈമിങ്സും, പിന്നെ 4:30 മണിയാകുമ്പോൾ മോള് ഡ്യൂട്ടിക്ക് പോയത് വരുന്നു, അങ്ങനത്തെ എല്ലാം എൻ്റെ വിഷയം. പിന്നെ വിശേഷമായിട്ടൊന്നുമില്ല. ഇതിനുണ്ടല്ലോ പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അതുവരെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് കിട്ടുമെന്നൊരു ധൈര്യത്തിന് മീത്ത വീഡിയോ ഇട്ടിനെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ആക്കി ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ, അസ്സലാമു അലൈക്കും. ഇൻഷാ അള്ളാ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.